ഇന്ന് നമുക്കറിയാം കേരളത്തിലെമ്പാടും വലിയ പ്രതിഷേധം അലയടിച്ചു വരികയാണ്. ഈ സർക്കാർ ജനദ്രോഹ സർക്കാർ എന്നതിലുപരി ഈ സർക്കാർ അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയ ഒരു സർക്കാരായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ടാം പിണറായി സർക്കാർ അഴിമതിക്കാരുടെ താവളമായി, അഴിമതിക്കാർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനമായി അധംപതിച്ചതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ഇന്നലത്തെ വിധിയിലൂടെ നമ്മൾ കാണാനിടയായ സാഹചര്യം. നമുക്കറിയാം, സ്വകാര്യ കരിമണൽ കമ്പനിയുടെ ഒരു കമ്മീഷൻ പറ്റുന്ന മുഖ്യമന്ത്രിയുടെ മകളാണ് എന്ന് ചിത്രീകരിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ കുറ്റപത്രം മകൾ വീണയ്ക്കെതിരെ ഇന്നലെ സമർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയുടെ വീടും ഒക്കെ അഴിമതിക്കാരുടെ കൂത്തരങ്ങായി, താവളമായി മാറുന്ന ദയനീയമായ ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്. നമുക്കറിയാം, 200 കോടി രൂപയുടെ അഴിമതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ശശിധരൻ കർത്ത നടത്തിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ശശിധരൻ കർത്തയ്ക്ക് ഒരു സേവനവും ചെയ്യാതെ 3 കോടി രൂപയോളം മന്ത്രി വീണ എക്സ ലോജിസ്റ്റിക് കമ്പനി എന്ന് പറയുന്ന ഈ കമ്പനിക്ക് 3 കോടി രൂപയോളം കമ്മീഷൻ കൊടുത്തതായി കള്ളക്കണക്ക് ഉണ്ടാക്കി എന്നാണ് പറയപ്പെടുന്നത്. 13 കോടി കള്ളക്കണക്കുണ്ടായാലും 3 കോടി രൂപ വീണ കൈപ്പറ്റിയതായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തിയിരിക്കുകയാണ്. ഒരു സേവനവും ചെയ്യാതെ എന്തിനാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഇത്രയധികം തുക കൊടുത്തത് എന്നതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് ഇതിൻ്റെ അഴിമതിയുടെ വ്യാപ്തി നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്നത്. മുഖ്യമന്ത്രി ചെയ്തു കൊടുക്കേണ്ട ഒരു സ്വകാര്യ കരിമണൽ ഖനനത്തിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രി ചെയ്യാൻ പാടില്ലാത്ത ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തതിൻ്റെ പ്രത്യുപകാരമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് ഈ 3 കോടി രൂപ കൊടുത്തത് എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ അഴിമതിയുടെ ഒരു കൂത്തരങ്ങായി മാറിയ സ്വന്തം മകൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ച ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇതുപോലുള്ള സമരപരിപാടികൾ കേരളത്തിലെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്നത്. നമുക്കറിയാം, ഈ പാർട്ടിയിൽ CPM-ൽ 2 നീതിയാണ് നടപ്പിലാക്കുന്നത്. നമുക്കറിയാം, ഇതിനു മുമ്പ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനെ സംബന്ധിച്ചൊരു ആക്ഷേപം വന്നപ്പോൾ അദ്ദേഹത്തെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഇടപെടൽ അവിടെ നടന്നെങ്കിൽ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മോളും മരുമകനും ഒക്കെ നടത്തുന്ന അഴിമതിയെ സംബന്ധിച്ച് കുറ്റപത്രവും അവരാരോപണ വിധേയരുമാകുമ്പോൾ മുഖ്യമന്ത്രിക്ക് മാത്രം ഒരു പോറലും ഏക്കാതെ അവരെ സംരക്ഷിക്കുന്ന നടപടികളുമായിട്ടാണ് ഈ സംസ്ഥാനത്തെ CPM നേതൃത്വം മുന്നോട്ട് പോകും. സംസ്ഥാനത്ത് മാത്രമല്ല, കേന്ദ്രത്തിലെയും CPM-ൻ്റെ ഉന്നതമായ എല്ലാ നേതാക്കന്മാരുടെയും മൗനം വെടിഞ്ഞുകൊണ്ട് അവർ ഈ മുഖ്യമന്ത്രിയെ ന്യായീകരിക്കുന്ന സമീപനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. പിണറായി വിജയനെ വെറുപ്പിച്ചാൽ, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ അനിഷ്ടം ഏറ്റുവാങ്ങിയാൽ ഒരു നേതാവിനും പിന്നെ പാർട്ടി സ്ഥാനമില്ലാത്ത ഒരു ദയനീയ സാഹചര്യത്തിലൂടെ ഈ മാർക്സിസ്റ്റ് പാർട്ടി വലിയ ആദർശത്വത്തിൻ്റെ ആൾരൂപമായി മാറിയ ഈ പാർട്ടി അധംപതിച്ച ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇതുപോലുള്ള പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ അഴിമതി പൊതുജനമധ്യത്തിൽ തുറന്നു കാട്ടാനുള്ള ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. വളരെ പെട്ടെന്ന് നമ്മൾ ഈ KPCC ആഹ്വാനപ്രകാരം നമ്മൾ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ നേതാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധ പ്രകടനവും പൊതുസമ്മേളനവും ഈ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കറുകുറ്റി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ ഈ പ്രതിഷേധ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. National Congress Zindabad. Rahul Gandhi Zindabad. Rahul Gandhi Zindabad. വീണയെ ഉടൻ അറസ്റ്റ് ചെയ്യുക. വീണയെ ഉടൻ അറസ്റ്റ് ചെയ്യുക. വീണയെ ഉടൻ വിചാരണ ചെയ്യുക. വീണയെ ഉടൻ വിചാരണ ചെയ്യുക. National Congress Zindabad.